ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു മെയിൻ്റെനൻസിന് വർക്കിന് വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ തലേന്ന് രാത്രി ഇവിടുത്തെ വീട്ടിൽ തന്നെ ഒരു കോൾ ചെയ്തിട്ട് പറഞ്ഞു, മോനെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ആ ഏരിയ മൊത്തം കണക്ഷൻ ഇല്ല, ഫ്ലിക്കറിങ് ആണ്, ട്യൂബൊക്കെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്, ജസ്റ്റ് ഇത് രാവിലെ ഒന്ന് നോക്കിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മോർണിംഗ് വരാം. ഞാൻ രാവിലെ ഒരു 8 മണിയായപ്പോൾ ചെന്നു. സംഭവം വേറെ ഒന്നുമില്ല, കുറച്ച് സ്വിച്ച് ബോർഡിലൊക്കെ കഴിച്ചു. DB എന്നുള്ള സപ്ലൈ ഒക്കെ കുഴപ്പമില്ല. അപ്പോൾ ഈ സ്വിച്ച് ബോർഡ് ടു വേറെ സ്വിച്ച് ബോർഡിൽ നിന്നാണ് കണക്ഷൻ പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വയറുകൾ ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു മേ ബി ഔട്ട് സൈഡ് ഇത് വളരെ വർഷം, ഒരു 40 വർഷത്തോളം പഴക്കമുള്ള വയറിംഗ് ആണിത്. 40 പറഞ്ഞത് കറക്റ്റ് ആയിരിക്കാം, മേ ബി. അങ്ങനെ വേറെ സംഭവം കത്തിയൊക്കെയാണ്, അങ്ങോട്ട് തന്നെ ഫേസ് ന്യൂട്രൊക്കെ കത്തിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിലൂടെ തന്നെ നിലവിലുള്ള 1-2 കണക്ഷൻ നിലനിർത്തിയിട്ട് ബാലൻസ് വയർ, മോശമായ വയറുകളൊക്കെ മാറ്റി നമ്മൾ വേറെ വയറുകൾ വലിച്ച് ക്ലിയർ ചെയ്തു, സപ്ലൈ ചാല് ചെയ്ത് പോരുകയാണ് ചെയ്തത്. പിന്നെ മൊത്തം വയറിങ് മാറ്റാൻ നമുക്ക് പരിമിതികളുണ്ട് അതിനകത്ത്. കാരണം അതൊരു പഴയ വയറിങ് ചെയ്തിട്ട വീടാണ്, 40 വർഷത്തോളം പഴക്കമുണ്ടെന്ന് തന്നെ അറിയാലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നിലവിലുള്ള സപ്ലൈ കൊടുത്ത് റെഡിയാക്കി. പിന്നെ അവരവിടെ റെൻറ്റിന് താമസിക്കുന്നതും കൂടിയാണ്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തു, ബോക്സൊക്കെ അടച്ചു, ഫ്ലിക്കറിങ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി, എല്ലാം ചാല് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ഇന്നൊരു കിട്ടിയൊരു മെയിൻ്റെനൻസ് വർക്കായിരുന്നു. അപ്പോൾ നമ്മളിതിനൊരു 500 രൂപ ചാർജ് ചെയ്തൊക്കെ ഒരു 2 മണിക്കൂറത്തോളം നമ്മൾ പണി ഉണ്ടായി. കാണുന്ന പോലെ അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ, വയറൊക്കെ വലിച്ചെടുക്കാൻ ഇച്ച് പാടായിരുന്നു, പഴയ പൈപ്പിൽ കൂടെ വലിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഗൈസ്, അപ്പോൾ എത്രയുള്ള കാര്യം. നമുക്ക് മറ്റൊരു വീഡിയോ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.